തൊടുത്തും ചാടിച്ചാൻ പോകുന്നു. ഓടി വാടാ. എല്ലാരും വരും, എല്ലാരും വരും. കാണുമോ? ആരാ കക്ഷി? ഞാൻ ചാടും. ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈരികളായ ഹംക്കളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ലേ, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. അങ്ങോട്ട് മാറിയില്ലേ? മിസ്റ്റർ കാഞ്ഞിരക്കുറ്റി, നിങ്ങൾ ദയവേ താഴെ ഇറങ്ങണം. മനസ്സില്ല. കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെ ഇറക്കല്ലേ കാതറിനെ. സാഹിത്യ ലോകത്ത് കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ല കാതറിന്റെ നേരെ. നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത്. പോലീസിന് എന്താണ് ആത്മഹത്യ ചെയ്യുന്നോട്ട് കാര്യം? ഒന്ന് പോ സാറേ. നോ സ്റ്റോപ്പ്. ചാക്കോച്ചൻ താൻ എവിടെയാ നോക്കണേ? അവിടെ എന്താ സാർ പ്രോബ്ലം? ദൈവത്തെ താഴെ ചാടാൻ തുടങ്ങാണെന്ന് ഞങ്ങളെ കൊണ്ട് കയറ്റുന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ്. ചാടാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കട്ടെ. എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി. സാറേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. കാതറേ, മണ്ടത്തിന് കാണിക്കാതെ താഴെ ഇറങ്ങ്. ഇല്ല, എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പുണ്ടോ? ആ, ഉറപ്പാണ്. ഇല്ല, പോലീസുകാർ എനിക്ക് വിശ്വാസമല്ല. എന്നാ താൻ ചാടോ? അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട. ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെ ഇടും. ഇന്ന് വെടിവെച്ചിട്ട് സാർ കൊച്ചോ പറയുന്നത്. ഇതിങ്ങോട്ട് അടുപ്പിക്കണ്ട. ഞാൻ കയറൂലേ ബക്കറ്റിന്റെ അകത്ത്. നിങ്ങൾക്കൊരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നൂടെ? എത്ര ഉപകാരം ഉണ്ടായി. ഞാൻ കയറൂല. ഞാൻ ചാടൂ. ഇല്ല, ഞാൻ കയറൂല. ഞാൻ ഇതിനകത്ത് കയറൂല. ഞാൻ ചാടൂ. കേട്ട കാര്യ പേടിയായിട്ടുണ്ട്. പൊട്ടി നോക്കി തലയിട്ടുണ്ട്. ഞങ്ങളെ വിശ്വസിച്ച് കയറിയതാട്ടോ. അപ്പോ പറഞ്ഞോളെ മെല്ലെ മെല്ലെ കുലുക്കിക്കൊണ്ടല്ലേ ബാറ്ററിന്റെ മുകളിൽ ഇറങ്ങിയ ചിലപ്പോ നല്ല സുഖം. ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ട് വരിക. ഞാൻ ഇറങ്ങൂല. ഞാൻ ഇറങ്ങൂല. ഒരു സാഹിത്യകാരന് ഒരു വളർച്ചയില്ലാത്ത സ്ഥലമാണ് ഇവിടെ. ഒന്ന് മാറി ഞാൻ അറിയിക്കാം. ഞാൻ ഡയറക്ടർ ഒന്ന് കണ്ടേ. ചാക്കോച്ചൻ എന്താ പരിപാടി? അയ്യോ, ആ പിശാചിനെ കാണാൻ പോവാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് പോകും. വൈകിട്ട് അവിടെ കാണാം. അല്ല, നമ്മുടെ കാതറിന്റെ കാര്യം എങ്ങനെയാ? പുറത്തിറക്കണ്ടേ? ആദ്യം പോലീസുകാർ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി കൊണ്ടുവരാം. അതല്ല ഇപ്പൊ തന്നെ വേണമെന്നുണ്ടാ? വേണ്ട വേണ്ട. യെസ് മാഡം.
മിസ്റ്റർ പ്രകാശ്, ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ സ്റ്റഡീസ് പ്രോഗ്രാം. ഗവൺമെന്റിന്റെ ഓർഫൻ വെൽഫെയർ സ്കീമിനെ നിങ്ങൾ വിമർശിച്ചിരിക്കുകയാണ്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ടെലികാസ്റ്റിന് മുമ്പ് ഒരു പ്രിവ്യൂ എന്നെ കാണിക്കണമെന്ന്? സോറി മാഡം, അതിന് ടൈം കിട്ടിയിരുന്നില്ലോ. ഈ ടെലികാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണല്ലോ അസൈൻമെന്റ് തരിക. സോ ഗുഡ് മോർണിംഗ് മാഡം. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഇരിക്കൂ. മിസ്റ്റർ മൂർത്തി, നിങ്ങൾ എത്ര വർഷമായി സർവീസിൽ വന്നിട്ട്? 9 വർഷം. ഇനിയെങ്കിലും സ്വല്പം റെസ്പോൺസിബിലിറ്റി. പോട്ടെ, ഇത്തിരി കോമൺ സെൻസ് അതുപോലും ഇല്ലാന്ന് പറഞ്ഞാൽ? കാറ്ററിയില്ല കടലറിയില്ല എന്ന സീരിയലിന്റെ എത്രാമത്തെ എപ്പിസോഡാണ് ഇന്നലെ ടെലികാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്? 7th എപ്പിസോഡ് മാഡം. എന്നിട്ട് നിങ്ങൾ ചെയ്തതെന്താ? 4th എപ്പിസോഡ് വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു. എന്താ ഇതിന്റെ അർത്ഥം? രാവിലെ ഫോൺ കോൾസിന്റെ ബഹളമാണ്. എല്ലാവർക്കും സ്റ്റേഷൻ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഈ ആഴ്ച വരുന്ന മാഗസിനിൽ കാണും ബാക്കി. എല്ലാവർക്കും ഉണ്ടല്ലോ TV പേജ്. ആ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു പറയുന്നത്. നോ മിസ്റ്റർ പ്രകാശ്, ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. വാട്ട് മൂർത്തി, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, അതെ, യെസ് സർ. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാന്. അത് തുറക്കാനാണ് എങ്ങടാ? പിന്നെ ഈ കോപ്പ് എന്തിനാ? അതല്ല. ഇയാൾ എന്താ കൊരങ്ങച്ചനാ? ആ കുടി. അതും കൂടി ഇങ്ങോട്ട് എടുത്തു. അല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഏയ്, ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? ആഹാ. കാരണം അവരുടെ ഇടയിൽ ഉത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ് ഇടിയൻ വേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരം കുറ്റി. ഇയാൾക്ക് 2 പെക്കി കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയേക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി, പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കാഞ്ഞിരം കുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പീന്നൊരു ശബ്ദം കേൾക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. ആ, ഹലോ, ആ സുമിത്രയാ? ആ ഇതാ വരുന്നു. ചകുച, സുമിത്രയാ. അമ്മായിയപ്പൻ പുരുഷോത്തമുള്ള MP വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാളെ കാണാം. അപ്പോഴേ ഒരു 50 റുപ്പീസ് വന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കെടുന്നില്ലടോ. നാണക്ക് നിങ്ങൾ ചോദിക്കോ? കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. താങ്ക്സ്. ഓക്കെ. എന്താ ചാക്കോച്ച, ഒരു പെക്കൂടെ ഒഴിച്ചാട്ടെ? അയ്യടാ, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കടോ. അവരോട് അവിടെ നിൽക്കാൻ പറ. ഞാൻ 10 മണിക്ക് വരും. ആ എടോ വിശ്വംബര, പുരുഷോത്തമൻ പിള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വർഷം കുറയായി. ഇന്നേ വരെ 5 ചക്രം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടില്ല. അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണം. കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാ പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത്. എനിക്കെന്താടോ, ആകെ ഉള്ളത് ഒരു മോനും മോളും. അവൻ ഇന്ന് ആർമി മേജറാ, അവള് ബാങ്ക് എംപ്ലോയിയും. കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങടെ മോനാ. കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവനാ അവൻ. ഞാൻ വരാമെന്നേ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ആ എന്താ മോളെ, പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ? സാധാരണ ഇത്ര വൈകാറില്ല. ഡൽഹി കൊടുക്കേണ്ട പേപ്പേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചു വെക്കട്ടെ. എന്താന്ന് വെച്ചാ ഭദ്രന്റെ കൊടുത്തേക്ക്. ശരി, എന്നാ ഞങ്ങളൊക്കെ ഇറങ്ങിയേക്കാം. സാറ് ഇവിടെ കാണുമോ അതോ TV-യില്? ആ, ഞാൻ TV കാണും. എന്നാ ഞങ്ങൾ ഇറങ്ങാം. നാളെ രാവിലെ അവിടെ കാണാം. താനും അവരുടെ കൂടെ അങ്ങോട്ട് ചെല്ലേ. ആ ശരി. നീ എന്താ വൈകിയത്? റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. കുറെ നേരമായി വന്നിട്ട്. ആ, കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടാന്ന് വെച്ചത്? എനിക്ക് കുറച്ച് തിരക്കുള്ള സമയ, ലീവ് കിട്ടാനുള്ള പ്രയാസം കൊണ്ടാ. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞാൻ ഒരാഴ്ച ഡൽഹി കാണും. അല്ല, നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഫോൺ ബില്ല് സുമിത്ര അടയ്ക്കുന്നത്. ഞാൻ ഡൽഹിക്ക് വിളിച്ച അവളെ ഇവിടെ കിടന്ന് കരയും. അയ്യോ അച്ഛ, വെറുതെ പറയാ. നിന്റെ പിശുക്കിന്റെ കാര്യം പാട്ടായല്ലോ മോളെ. അച്ഛന് രാവിലെ പോയാ പോരെ? ഏയ് പറ്റില്ല, TV പലരും കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രകാശം കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്നിവിടെ നിന്നേനെ. എന്തിനാ രാത്രി മുഴുവൻ എന്നെ പിടിച്ചിട്ട് വധിക്കാനാ? പിന്നെ വെറുതെ ഓരോന്ന് പറയണ്ട. അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല. അയ്യോ, നിന്റെ അച്ഛൻ കത്തിയല്ല, വാള്. ഈ പഞ്ചാബികളൊക്കെ കൃപ കണ്ടിട്ടുണ്ടോ? അതാ സൈസ്. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ആർക്ക്? പുള്ളിക്ക് തന്നെ. തുടങ്ങി പുകയിടാൻ. ഓ എടി, നീ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഞാൻ നമ്പർ എത്ര കുറച്ചെന്നറിയോ? ഇത് പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയാലെന്താ? എന്നിട്ട് ആ കാശ് എനിക്കിതാ. ഒരു മാസം എത്ര ഉണ്ടാവും അറിയോ? എടി നീ ഇഞ്ഞു വന്നേ. നീ ഒരു കാര്യം ചെയ്. എന്താ? ഈ ബാങ്കിൽ ജോലി അങ്ങ് റിസൈൻ ചെയ്യും. എന്നിട്ട് ബ്ലേഡ് കമ്പനി തുടങ്ങ്. നിന്റെ അപ്പന്റെ പേരെന്താ? പുരുഷോത്തമൻ പിള്ള. അയാളെ പിടിച്ച് മാനേജർ എടുത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അയ്യോ, ഇന്നായിരുന്നില്ലേ ഞാൻ ചെയ്ത ചിൽഡ്രൻസ് പ്രോഗ്രാം? നീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? അയ്യോ, ഞാൻ കണ്ടേയില്ല. അച്ഛൻ വന്ന തിരക്കിൽ അങ്ങ് മറന്നു. സെൻസ് ഇല്ലാത്ത കഴുത. എഴുന്നേക്കാൻ പാവല്ലേ? ഓഫീസില്ലേ ഇന്ന്? ഇന്ന് ഇത്തിരി നേരത്തെ വരുമോ? വന്നാ മാർക്കറ്റിലൊന്ന് പോവായിരുന്നു. ഇരട്ടി വിലയ്ക്ക് ആ കിളവി പച്ചക്കറി കൊണ്ടുവരുന്നത്. നേരിട്ട് പോയാൽ വിലയും കുറയും, നല്ല സാധനവും വാങ്ങാം. ആ പിന്നെ ആ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിലൊന്ന് കയറി പറയണം ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ. അത് എത്ര ദിവസമായി കിടക്കുന്നു? ഓ, 100 കൂട്ടം കാര്യങ്ങളാ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ചായ തലപൊക്കി നോക്ക്. ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് താഴത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ വരുമോ? നീ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം ഒഴിവാക്കാൻ എന്ത് വേണം? കളിക്കുക. വാ, വന്ന് ഫ്രണ്ട് ഡോർ അടയ്ക്ക്. ഞാൻ ഇറങ്ങാ. ഇത് താഴെ 4ാമത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ മതി. താങ്ക്സ്. മാനേജർ സാർ വിളിക്കുന്നു. സുമിത്രേ, കൺഗ്രാറ്റ്സ്. എന്തിന്? തനിക്കല്ല, പ്രകാശിന്. ഇന്നലെ ടിവിയിൽ വന്ന പ്രോഗ്രാം ഗംഭീരായിരുന്നു. എന്റെ ഹസിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ. മേ ഐ കം ഇൻ? ചാക്കോച്ച, നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ TV സീരിയലിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാൽ തട്ടിക്കളയാമെന്നും ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചേക്കാം. ഞാൻ പിന്നെ വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോരുത്. സീൻ നമ്പർ 1 പകൽ. ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ. ഇവിടെ വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാ മതി. മതിയല്ലേ? ഞാനും അത് ആലോചിച്ചു. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി. ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അഷ്റഫ്. ഈ അഷ്റഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ്, ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി കുര്യച്ചൻ. അല്ല, പളനി അല്ല, കുര്യച്ചൻ. പളനി എന്ന് പറഞ്ഞാ കുര്യച്ചൻ ഞാനല്ല കഥാകൃത്ത്. കഥ ഇത് വൽക്കമല്ല വർത്താനം പറയാ. അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അഷ്റഫ് കറുത്തമ്മയല്ല, എൽസമ്മ. താങ്ക് യു. എൽസമ്മ എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? ഏടോ മനുഷ്യ സ്വന്തമായിട്ട് വല്ലോണ്ട് എഴുതിയാ പറ. ഇത് തകഴിയുടെ ചെമ്മീനില്ലേ? പരീക്കുട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയാൽ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? ആര്? തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ?
ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? എന്ത് എഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റത്, എംടിന്റത്, ബഷീറിന്റത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ഇത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടോ അരവിന്ദനെ കൊണ്ടോ സിനിമ ആക്കി എടുപ്പിച്ചിട്ടില്ല. എന്നെ എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? എന്താ കാര്യം? ഞാൻ കൂടെ അറിയട്ടെ. നമ്മുടെ കാര്യം തന്നെ. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായില്ലേ കൂട്ടാ. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തനിച്ച് തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. അതല്ലടി മോളെ, ഒരു കുഞ്ഞു മോനോ മോളോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഫ്രണ്ട്സിന്റെ എല്ലാം ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറി തുടങ്ങി. പറയുന്നവർക്കെന്താ? അതല്ലെന്നേ, ഒരു കുഞ്ഞുണ്ടായ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെ. എന്താ ഈ പ്രകാശിന്? എനിക്കും ആഗ്രഹമില്ലെന്നാ കരുതിയിരിക്കുന്നത്. പ്രഗ്നന്റ് ആയ എന്തൊക്കെ പ്രോബ്ലംസാ. പ്രകാശിന് പറഞ്ഞാ മതി, കഷ്ടപ്പാട് മുഴുവൻ ഞാൻ സഹിക്കണ്ടേ? വേണ്ട, നല്ലൊരു മോളത്താ. ലീവ് കൊടുത്ത് അവളെയും കൊഞ്ചിച്ച് ഞാൻ വിട്ടിരുന്നോളാം. പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ? വെയിറ്റ്, 1 വർഷം കൂടെ, അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് സെറ്റിൽഡ് ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി, മാനേജറായി, ഡയറക്ടറായി, പെൻഷനായി, മൂത്ത് നരച്ച് 60-ആം കാലത്താ വരണം. ഓടി വരുന്നു. ഹലോ ഹലോ, ആ അതെ, ബാലേട്ടനാ? ഞാൻ സുമിയ. എവിടുന്നാ? ഉണ്ട്, സുഖമാണ്. ആ കൊടുക്കാം. ബാലേട്ടൻ നൈനിറ്റാളിന്നാ. ഹലോ അളിയ, ഞാനാ. എന്തൊക്കെയാ? നൈനിറ്റാളിന്നോ? അതെ, നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. അടി കൊടുക്കാനോ? അതൊക്കെ ആവശ്യം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയാ. ആ അതെ. ഹലോ ഹലോ, കട്ടായി. അങ്ങോട്ട് വരുന്നോന്ന് പോയാലോ? പറയാൻ എന്ത് ഈസിയാ, ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ രണ്ടിനും. എത്ര കാലമായി സുമി നമ്മളൊരു യാത്ര പോയിട്ട്. നൈനിറ്റാൾ പോട്ടെ, അറ്റ്ലീസ്റ്റ് ഷൂട്ടിങ്ങിലും വിട്ടാലോ? ഈ പ്രകാശൻ എന്താ വെറുതെ കാശ് ചെലവാക്കാൻ? ഞാൻ സീരിയസ് ആയിട്ട് പറയാ. 2 ഹോളിഡേ, 2 ദിവസം ലീവ്. നാളെ തിരിക്കാം. നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ്. എന്തു പറയുന്നു? ഐഡിയ എങ്ങനെ? സീരിയസ് ആയിട്ട് പറയാ? പിന്നല്ലാതെ. ഈ ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ ഒറ്റ ഞെക്കിയൊക്കെ കൊല്ലും ഞാൻ. കാശ് കാശ് കാശ്. ഇനി അങ്ങോട്ട് ഒന്നും പറയണ്ട. നാളെ ഈവനിങ് നമ്മൾ തിരിക്കുന്നു. മനസ്സിലായോ? ഏ ആ ഇനി എന്താണ് വേണ്ടത്? അവളുടെ സാരി. ഊട്ടിയല്ലേ, തണുപ്പായിരിക്കും. സ്വെറ്റർ ഇരിക്കട്ടെ. എന്തിനാ മോളെ സ്വെറ്റർ? സ്വെറ്റർ ഇട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വല്ല ഇരുന്നാ പോരെ. അതിന് ഊട്ടിക്ക് പോണ്ട വല്ല കാര്യമുണ്ടോ കൂട്ടാ? എ ഹാപ്പി ന്യൂസ് ഫോർ യു. കൂടെ ഒരു സാഡ് ന്യൂസ്. സുമിത്രയ്ക്ക് പ്രൊമോഷൻ ഓഫീസറായിട്ട്. സാഡ് ന്യൂസ് എന്താണെന്നറിയില്ലേ? എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. ഈ മൺഡേ അവിടെ പോയി ജോയിൻ ചെയ്യണം. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. നീ എന്നെ ചിറ്റി കളിപ്പിക്കുക. ഊട്ടിക്ക് പോയി 3-ാം മാസം നീ പുളി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ടാ. എന്റെ അമ്മേ. ഹലോ, ഞാൻ സുമിത്രയാ. ഒന്ന് ഇവിടം വരെ വരൂ. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിവിടെ പാക്കിങ്ങില്ല. എല്ലാം കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ശരി, ഞാൻ ഇറങ്ങുന്നു. നടക്കില്ല, നടക്കില്ല, 100% നടക്കില്ല. പ്രകാശ്, അവർക്ക് തോന്നിയത് പോലെ തോന്നിയിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ പോയിരിക്കുന്നത്? ചേട്ടാ, അത് കൊള്ളാമല്ലോ. പതുക്കെ. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ അല്ലേ? എന്ത് പ്രൊമോഷൻ? അങ്ങനെ ഇവിടെ ആരും പ്രൊമോട്ട് ചെയ്യണ്ട. സ്വൈര്യമായിട്ട് ജീവിക്കുന്നിടയ്ക്ക് ഓരോ കോടാലി. ഞാൻ വരടി നിന്റെ ബാങ്കിലേക്ക്. നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? പ്രകാശ്, പതുക്കെ. ആളുകൾ നോക്കുന്നു. നോക്കട്ടെ, ഐ ഡോണ്ട് കെയർ. അല്ലെങ്കിൽ തന്നെ എല്ലാരും അറിയട്ടെ ബാങ്കുകാരുടെ കളിയൊക്കെ. എന്താ ഇത്?
മനസ്സിലാവുന്നിട്ട് ചോദിക്കുക. ഓഹോ, തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. തനിക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾ തമ്മിൽ ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. തനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കേക്ക്, അല്ലെങ്കിൽ താൻ പോറവിടുന്ന്. ദാ കിടക്കും നിന്റെ ഊട്ടി ട്രിപ്പ്. ഊട്ടിയിൽ ഇനിയും പോവാലോ? വേണ്ട, ഊട്ടിയിലും പോണ്ട, ഒരു സ്ഥലത്തും പോണ്ട, എറണാകുളത്തും പോണ്ട. പുറത്ത് എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ ബഹളം ഉണ്ടാക്കില്ല എന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത്. അവിടെ എന്താ കാട്ടിക്കൂട്ടിയത്? പിന്നെ കാട്ടിക്കൂട്ടാതെ ഞാൻ നിന്റെ കൂടെ അവിടെ നിന്ന് ശൃംഗരിക്കണോ? നിനക്കറിയാലോ, 1.5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ദിവസമെങ്കിലും നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ പ്രകാശ്, ഒന്നും പറയണ്ട. യു ഡു വൺ തിങ്, ജോലി റിസൈൻ ചെയ്യേ. എന്താ പ്രകാശ് പറയുന്നത്? രാജിവെക്കാന്ന് പറഞ്ഞാ പറയാൻ ഈസിയാ. കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കൂ. പ്രാക്ടിക്കൽ മാങ്ങാ തൊലി. നിനക്ക് വലുത് നിന്റെ ജോലിയും പ്രൊമോഷനും ഒക്കെ ആണല്ലോ. എന്താ, എനിക്ക് പ്രകാശിനെ പിരിഞ്ഞിരിക്കാൻ വിഷമമില്ലെന്നാണോ? കഷ്ടമുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പ്രൊമോഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്ക്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഒഴിവാക്കല്ലോ. നല്ല കഥയായി. പ്രമോഷൻ വേണ്ടെന്ന് വെക്കാനോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്തായി തീരുമാനം? തീരുമാനം എന്താവാനാ? അവള് നാളെ പോവുക. അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ MP വന്ന് ചാടിയത്. അങ്ങേര് അവളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നീ കിടന്ന് ബഹളം വെക്കണ കണ്ടാ തോന്നും വല്ല പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ എന്ന്. ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ. എറണാകുളല്ലേ? എന്നാൽ എനിക്ക് അവള് വീട്ടിലില്ലാതെ ശരിയാവില്ല ചാക്കോച്ച. നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ ഇതങ്ങടെ യൂഷ്വൽ ആയിക്കോളും. ചേടാ, ഓരോരുത്തന്മാരെ അവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ണി മാതാവിനും ഇടപ്പള്ളി പുണ്യാളിനും എഴുതി എത്തിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം അല്ലടാ കുട്ടാ. ആഹാരമെല്ലാം നേരത്തിനും കാലത്തിനും കഴിക്കണം. അലക്കാനുള്ള തുണിയൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണ്ട. ഇവിടെ ഇട്ടിരുന്നാ മതി, ഞാൻ വന്നിട്ട് കഴിക്കോളാം. പിന്നെ കണ്ടമാനം ഉറക്കളക്കരുത്. ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടന്നാലോ? ശനിയാഴ്ച വൈകിട്ടത്തെ ഡേ എക്സ്പ്രസിൽ ഞാനിങ്ങ് എത്തില്ലേ? ഞായറാഴ്ച മുഴുവൻ നമ്മൾ ഒരുമിച്ച്. പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ വേണം അതിന്. ദാ വരുന്നച്ചാ. ഞാൻ കാത്തിരിക്കും ശനിയാഴ്ച വൈകിട്ട്. ഭദ്രൻ, ആ മിസ്സസ് ശേഷാദ്രി വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഓവ് പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് ശേഷാദ്രിയുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെ അവിടുത്തെ രീതികളൊക്കെ. ഞാൻ തന്നെ ഇവിടെ അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. അപ്പോ ഇറങ്ങാൻ മോളെ. മിസ്റ്റർ മൂർത്തി, ഈ കാസറ്റിൽ എഡിറ്റ് റൂമിൽ സെറ്റപ്പ് ചെയ്യും. എല്ലാം ഒന്ന് ക്യൂ ചെയ്ത് വെച്ചോളൂ. ഹലോ പ്രകാശ്. ഹായ് സുമിത്രയാ, നീ എന്താ എത്തി ഉടനെ വിളിക്കാത്തത്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? അവിടുത്തെ നമ്പർ എത്രയാ? 361069. വൺ സെക്കൻഡ്. ആ പിന്നെ ഹോസ്റ്റലിൽ വിളിച്ച് ആദ്യം എന്നെ ചോദിച്ചിട്ട് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ എടുക്കാം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ദിവസം കൊണ്ട് ഒരു വിശേഷവും ഇല്ല. മതി, വെക്കട്ടെ. എന്താണ് സുമിത്ര കുട്ടാത്? ഈ ചേട്ടന് ഫോണിൽ കൂടെ എങ്കിലും ഒരു ഉമ്മതാ? പോ അവിടുന്ന്, ഓഫീസാ ഇത്. ഇത് പിന്നെന്താ ജയിലാ? ഞാൻ രാത്രി വിളിക്കാം. വേണ്ട വേണ്ട, എപ്പോഴും വിളിക്കണ്ട, ബില്ല് ഒരുപാടാവും. ഞാൻ വിളിക്കും വിളിക്കും വിളിക്കും. വിളിക്കണ്ട, ഞാൻ വെക്കട്ടെ. ഹലോ ഹലോ 361069. ആ സുമിത്ര ഒന്ന് കിട്ടുമോ? ഞാൻ ട്രിവാൻഡ്രത്തെ ഹസ്ബൻഡാണ്. ആ ഹലോ, ഞാനാ. ആ എന്താ വിളിച്ചത്?
ഒന്നുമില്ല, വിളിക്കണം തോന്നി. ഓ, നീ ഇല്ലാതെ എനിക്കിവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാനും കൂടി അങ്ങോട്ട് വരട്ടെ? എന്താ പ്രകാശത്, ചെറിയ കുട്ടികളെ പോലെ. നീ ഇങ്ങോട്ട് വാടി. നിന്റെ മണമില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പ്രകാശ് STD ആണ്, വെറുതെ വിളിച്ചിട്ട് കാശ് കളയാൻ. ശനിയാഴ്ച ഞാനങ്ങ് എത്താം. എടി, നീ ശനിയാഴ്ചനെ ഇങ്ങോട്ട് എത്തണേ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. ഞാനങ്ങ് എത്താം. ഞാൻ വെക്കാണേ, വെക്കട്ടെ. സുമി, ഹലോ ഹലോ. ചിരിക്കുക നീ. എവിടെ വേണേ പൊക്കോ, എറണാകുളത്തേക്കല്ല, ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നീ പൊക്കോ. എടി, വെറും 300 രൂപ ശമ്പളം കൂടുതൽ വേണ്ടിയില്ല നീ എന്നെ ഇട്ട് എറണാകുളത്തേക്ക് പോയത്. നീ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ തനിച്ചേർന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നിനക്കറിയാലോ അത്. കളിയാക്ക. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്റെ സ്വഭാവം നീ ചീത്തയാക്കരുത്. എടി, നീ ഇല്ല ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് കാണണോ? നിനക്ക് ഓടി കിടന്ന് നീ പോയില്ലേ? ഒരു 300 രൂപ ശമ്പളത്തിന് വേണ്ടിട്ട് പൊക്കോ, എവിടെ വേണേ പൊക്കോ. എനിക്കെന്താ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ? അത് കാണുമല്ലോ. ഞാൻ തനിച്ചിടന്ന് ഉറങ്ങിക്കോളാം, എനിക്കാരും വേണ്ട. എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഹലോ, ഞാനാ. രാവിലെ ഭയങ്കര കുക്കിംഗ് ആണ് അച്ഛനെ. ഭാര്യയില്ലാതെ വല്ലതും കുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ? അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളുടെ വിചാരം. ഞാൻ 10 മണിക്കെത്താം. ഇല്ല, ഞാൻ 10 മണിക്ക് എത്താന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ റെഡി ആയിരിക്കണം മിസ്റ്റർ. 10 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ 10 മണിക്ക് എത്തും. വന്നില്ലെങ്കിലും ഒന്നുള്ളതല്ല, ഞാൻ എത്താന്ന് 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? കാലത്ത് എനിക്കൂടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എത്താം. ഓക്കെ. റെഡി പ്രകാശ്? ഓക്കെ സാർ, തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ട ഫിഷർമെന്റെ നന്മയ്ക്കായി പല നല്ല പ്രോജക്ട്സും സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്ന. കട്ട് ഇറ്റ്. എത്ര നേരമായി സാർ ഇത്? സാർ, യു ടേക്ക് യുവർ ഓൺ ടൈം. വെറുതെ കളയാൻ സമയമില്ല, അതുകൊണ്ടാ. പ്രകാശ്, 1 മൊമെന്റ്. എന്താ? ചൂടാവല്ലേ പ്രകാശ്, നിന്റെ മനസ്സ് ഫ്രീ അല്ല, അതാ. നീ ആദ്യം റിലാക്സ് ചെയ്യ്. ശരി, തുടങ്ങാം. നിനക്ക് എന്ത് പറ്റി പ്രകാശ്? മൂഡ് ശരിയില്ലെന്നേ. പെട്ടെന്ന് എല്ലാ ഋതുവും തെറ്റിയ പോലെ തോന്നുന്നു. ഒറ്റയ്ക്കായപ്പോ വല്ലാത്ത ബോറടി. പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല. താ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം ലീവ് എടുത്ത് എറണാകുളം വരെ ഒന്ന് പോയി സുമിത്രയെ കണ്ട് കുറച്ച് ദിവസം താമസിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഞാൻ മിസ്റ്റർ പ്രകാശിനെ വിളിപ്പിച്ചത് പണ്ഡിറ്റ് ആദിത്യവർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാനി സിംഗർ? അതെ. കേരളത്തിൽ നിന്നും ബോംബെയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. പേര് കേട്ടിട്ടുണ്ട്, മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു. കഴിഞ്ഞ 4-5 വർഷമായി പൊതുവേദികളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. ബോംബെയിലെ താമസം മതിയാക്കി ഇപ്പൊ ഇവിടെ അടുത്തൊരിടത്ത് ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ഡൽഹിയിൽ നിന്നൊരു നോട്ട് വന്നിരിക്കുന്നു, എത്രയും വേഗം അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന്. ഞാൻ മിസ്റ്റർ പ്രകാശിനെയാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ബട്ട് മാഡം, എനിക്ക് കുറച്ച് ലീവ് വേണമായിരുന്നു. നോ, ഇപ്പൊ ലീവ് തരാൻ പറ്റില്ല. ഒരു പ്രത്യേക ടൈപ്പാണ് മിസ്റ്റർ വർമ്മ. മീഡിയ പീപ്പിളിന് പുള്ളി പിടികൊടുക്കാറില്ല. വളരെ ബുദ്ധിപൂർവ്വം അപ്രോച്ച് ചെയ്താലേ കാര്യം സാധിക്കൂ. അതിന് മിസ്റ്റർ പ്രകാശ് തന്നെ വേണം. പ്രോഗ്രാം നന്നായിരിക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രകാശിനെ ചെയ്യാം. എന്തു പറയുന്നു? ശരി മാഡം. हाँ तो लीजिए, आपकी बात समझ में आ गई है और आपकी फरमाइश पर पेश किया जा रहा है वो गाना जिसके लिए ये बता देना मैं जरूरी समझता हूं कि इस गाने पर पंडित आदित्य वर्मा को बेस्ट हिंदुस्तानी क्लासिकल सिंगर का नेशनल अवार्ड मिल चुका है.
നമസ്കാരം സാർ. നമസ്കാരം. വരൂ. ഇരി. എവിടുന്നാണ്? ഞാൻ സിറ്റിയിൽ നിന്ന് വരിക. എന്നെ കാണാൻ തന്നെ വന്നതാണോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു. സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണുമെന്ന് തോന്നി. ഓ സോറി 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 റിയലി സോറി. ഞാൻ വെച്ചോ. അപ്പോ നേരിട്ട് കാണണം തോന്നി. ആ, റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സർ. സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര നല്ല കാറ്റ് എവിടെ നിന്ന് വരുന്നത്? കടത്തിയതല്ലേ? ഓ കറക്റ്റ് എക്സാക്ട്ലി. അപ്പോ മകളാണല്ലേ? അതെ. ഐ എം പ്രകാശ്. ഞാൻ കൃഷ്ണ. കൃഷ്ണ, ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം. എന്ത് ചെയ്യുന്നു? അച്ഛനെ പോലെ തന്നെ മ്യൂസിക്? ഞാനൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറല്ല. ഞാൻ മാറ്റിലേക്ക് വരാം. ഞാനിവിടെ ടി വി സെന്ററിൽ വർക്ക് ചെയ്യുക. സാറിനെ കാണാമെന്നത് ശരിക്കും ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയാ. എന്താ അത്? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയ? ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. സാർ ആദ്യം ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച്. നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധവും അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉവ്വ. ഇല്ല ഇല്ല. എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛാ, വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല വേറെ. ആ, ഓ ചായ. അങ്ങേര് സാധ്യമില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനും? എനിക്ക് ഇയാളുടെ കാല് പിടിക്കാനൊന്നും. അല്ല, അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങനെ ആളൊരു മുരടനാ. ഉടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ശരി, നിർത്തിയാണ് വർത്താനം ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ. ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കുറെ ലിഫ്റ്റിക്കിട്ടുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനും പോവാ. നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ട. ഹലോ പ്രകാശ്. ഞാൻ കൃഷ്ണയാണ്, ആദിത്യവർമ്മയുടെ. ആ മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാൻ എന്താ വരുന്നു. ആരാ? ആ ഹിന്ദുസ്ഥാനിയുടെ മോളാ. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനാണ് പറയാ. അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ? പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം ഞാൻ വന്നോട്ടെ, നമുക്ക് ജിഗിൻ ചക 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 ചക. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ, ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്നും മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, എന്റെ കർണാടക അച്ഛൻ. സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ, കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ വയലിൻ എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനെന്നോട് കാണിച്ചതേ വെറും ചീപ്പ് ജാടയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ആ വലിയ ജാടയൊന്നും കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിമിഷം റെഡിയാ. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ലേ? അല്ല, എവിടെ താമസിക്കുന്നു പറഞ്ഞ? ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോവും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ.
ഇവിടെ തന്നെ. ബൈ. ആദ്യമായിട്ട് വന്നല്ലേ, വരൂ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല, പോട്ടെ. വരുന്നേ. വരൂ. കൃഷ്ണ ഒറ്റയ്ക്ക് എവിടെ? അല്ല, ആരാ കൂട്ടിന്? പ്രകാശ്. ഞാൻ വരുന്നതിന് മുമ്പും പോയതിനു ശേഷം പലർക്കും അത്ഭുതമായിരുന്നു. പ്രകാശ് ചോദിച്ച പോലെ എല്ലാരും ചോദിക്കും, പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഇല്ല. ബോംബെയിൽ ജനിച്ചു വളർന്നുകൊണ്ടാവാം. പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ്. ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരുമില്ല. ആഴ്ചയിൽ 5 ദിവസം കുട്ടികളുടെ കൂടെ, 2 ദിവസം അച്ഛൻ്റെ കൂടെ. ഓ, ഐ എം സോറി. പ്രകാശ് ഇരിക്കൂ, ഞാൻ നല്ല ചൂട് ചായ ഉണ്ടാക്കാം. അമ്മ 4 വർഷം അമ്മ മരിച്ചിട്ട്. കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛൻ്റെ കൂടെ അമ്മയായിരുന്നു. പൂനെയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ വെച്ച് തന്നെ. അതോടെ അച്ഛൻ സംഗീതം നിർത്തി. ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛൻ്റെ മനസ്സ് മാറിയില്ല. അച്ഛന് കഴിയില്ല, അതായിരുന്നു സത്യം. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛന് ഫസ്റ്റ് അറ്റാക്ക് വന്നു. എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന്. അച്ഛന് വളരെ മാറ്റം വന്നു. ഓ, പ്രകാശിന് ചായ തണുത്തു. ഞാൻ ബോറടിപ്പിച്ചോ? പ്രകാശ്, ഈ ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും. ഒരാഗ്രഹമേ എനിക്കുള്ളൂ. ഒരിക്കൽ കൂടി അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം. എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പൊതച്ച് സ്റ്റേജിലൊന്ന് കാണാൻ. നമുക്ക് ശ്രമിച്ചു നോക്കാം. ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരുമെന്ന് കാണാൻ. ഞാൻ കൃഷ്ണയെ വിളിക്കാം. പറ്റേ? ശരി, പറ്റേ? ഓക്കെ. നീയോ? ആ, ഞാൻ തന്നെ. എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു. എന്താ ഒന്ന് വന്നൂടെ? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. വാ. പാട്ടും കൂത്തും ബഹളവും. മുറിയുടെ ഒരു കോലം കണ്ടില്ലേ? മുറിയുടെ കോലം പോട്ടെ, നീ എന്റെ കോലം നോക്ക്. നീ പോയ പിന്നെ ഞാൻ നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആഹാരമില്ല, വെള്ളമില്ല, വായുവില്ല. എന്നാൽ അല്പം സ്നേഹം തരാൻ ആരെങ്കിലും, അതുമില്ല. മനുഷ്യ ഇവിടെ കത്തി കരിഞ്ഞിരിക്കുക. മസിലൊക്കെ പോയി. ദാ ഇവിടെ. ഒരു കുഴപ്പമില്ല, മുമ്പത്തേലും നന്നായിരിക്കുക. ദുഷ്ടേ, നീ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റോ കാഡ്ബറീസോ? മോന് ഫാരക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കലക്കി തരട്ടോ? എന്താ അത് നിന്ന് പരുങ്ങ, സത്യം പറ. മദ്യം. നീ ഇല്ലാത്തിന്റെ വിഷമം തീർക്കാൻ എനിക്കിതിനെ ആശ്രയിക്കേണ്ടി വന്നു. കൊല്ലും ഞാൻ. ഈ കഴുത് മണത്ത് നോക്ക്, കരിങ്ങാലിയുള്ള.
ഇനി മോളത്തെ സ്ഥിതി എന്താ നോക്കട്ടെ. അയ്യോ എന്താ? നീ അറിഞ്ഞില്ലേ? ഇല്ല. ഇങ്ങടുത്തോന്നേ. ഒരാഴ്ചയായില്ലേ കുട്ടാ. നാറുന്നു. കുളിക്കാറില്ലേ? പോയി കുളിച്ചിട്ട് വാ. ഇപ്പൊ കുളിക്കാൻ പോവല്ലേ? ഇതിനൊരു നേരം കാലമില്ലേ? അയ്യടാ, ഇതിന് നേരവും കാലം നോക്കിയാൽ കണിയാരെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. നീ ഇനി വാ കുട്ടോ. കുറച്ചുകൂടെ അവർ തോടാ. ആ ആ വല്ലപ്പോഴും എടുത്ത് ഒന്ന് പൊടി തട്ടി കളയുക, ശ്രുതി നോക്കുക, തീർന്നു. മ്യൂസിക്കുമായിട്ടുള്ള അച്ഛന്റെ ബന്ധം ഈ നിലയിലായിരിക്കുക. ആര് പറഞ്ഞു? അങ്ങനെയാവാൻ കഴിയുമോ കൃഷ്ണ? എനിക്ക് സമ്മതിച്ചു. പക്ഷേ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴേ അതിന് പൂർണ്ണതയുണ്ടാവുള്ളൂ. അത് എന്താ നിന്റെ ഭാവം? തർക്കിക്കാനാണെങ്കിൽ ഞാനില്ല. അച്ഛന്റെ ഫീലിങ്സ് എനിക്കറിയാം. വീണ്ടും പാടാൻ ഞാൻ നിർബന്ധിക്കുകയല്ല. അച്ഛനെ കൂട്ടിന്ന് ഒന്ന് പുറത്തിറങ്ങി കാണാൻ വേണ്ടിട്ടാ. എന്റെ മോളെ, നിനക്ക് എന്താ വേണ്ടത്? പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം. പ്രകാശം? ഏത് പ്രകാശ്? ആ അതെ, അന്ന് വന്ന് ആ ടിവിയിൽ വർക്ക് ചെയ്യുന്ന. ആ അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്ക അയാൾ. എനിക്കിനി അതൊന്നും വയ്യ മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാലോ. റെഡിയാണെന്ന് ഞാൻ അയാളോട് പറയട്ടെ? ഒന്നും പറ്റില്ല. ആദിത്യവർമ്മയുടെ കഴിവിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നത് ഈ മോക്ക് അഭിമാനമല്ലേ അച്ഛാ? ഇതുവരെ റെഡിയായില്ലേ? അവരിതെല്ലാം സെറ്റ് ചെയ്ത് കാത്തിരിക്കുക. ഞാൻ എപ്പോഴേ റെഡിയായി. ഇതാണോ വേഷം? എന്താ ബോധിച്ചില്ലേ? അയ്യ, നല്ല ശേല്. അവർക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടതേ വെള്ളിമനക്കോലത്തെ ആദിത്യവർമ്മയല്ല, കേരളത്തിൽ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വെന്നിക്കൊടി പാറിക്കുകയും ഒട്ടേറെ ബഹുമതികൾ പിടിച്ചെടുക്കുകയും ചെയ്ത പണ്ഡിറ്റ് ആദിത്യവർമ്മയാണ്. മൈ ഗ്രേറ്റ് ഫാദർ. നീ എന്നെ കോലം കെട്ടിച്ചേ അടങ്ങുള്ളൂ അല്ലേ? ഈ കോലവും കെട്ടി കുറെ കാലം ബോംബെയിൽ വിലച്ചതല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു ചമ്മല്? എല്ലാം ഫീൽഡ് വരണം. ബസ് പ്രേം, ഇതൊക്കെ ഫീൽഡ് ഉണ്ടോ? അല്ല കുറച്ചുകൂടി മാറ്റണം അങ്ങോട്ട്? വേണ്ട, ഓക്കെ ഈ പ്രശ്നം നോക്ക്. ഇവിടെ എങ്ങനെ? ഓക്കെ ഓക്കെ. ആ സീ ദിസ് വൺ. ലെഫ്റ്റ് ഫ്രണ്ടിലേക്കാ? ആ ഓക്കെ ഓക്കെ അല്ലേ? പിന്നെ നമസ്കാരം സാർ. നമസ്കാരം. കിഷോർ, മൈക്ക് എവിടെയാ ഇരിക്കേണ്ടത്? ഇവിടെ ഇരിക്കാം സാർ. തുടങ്ങാം. ആ 1 minute. ഓക്കെ, തുടങ്ങിക്കോളൂ. ചില പതിവ് ചോദ്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുമല്ലോ. പതിവ് ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ കൃഷ്ണയുടെ അമ്മയുടെ ഫോട്ടോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശരിക്കും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഏയ്, പതിവ് പോലെ ഒരു ബോറൻ അഭിമുഖപഥമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാനും നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. എന്നായിരിക്കും പ്രോഗ്രാം ടിവിയിൽ വരിക? ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, വരും താമസിയാതെ. ഏതായാലും അന്ന് പ്രകാശ് ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. എന്താ മോളെ?
അതെ. വരാം. എനിക്ക് സാറിനോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? സാറ് പൊതുവേദികളിലേക്ക് പഴയ ഫോമിൽ തിരിച്ചു വരണം. അമ്മയുടെ സ്ഥാനത്ത് സ്റ്റേജിൽ കൃഷ്ണ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്തു. ആ, സാറെന്ത് പറയുന്നു? വരട്ടെ, നമുക്ക് ആലോചിക്കാം. അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? മൂഡ് മാറിയെന്ന് തോന്നുന്നു. ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഇംപ്രൂവ്മെന്റിന്റെ തെളിവാ. കൈസായി ബാബുറാം? പ്രസാദ് ബോംബെയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോ ബാബുറാമിന് വലിയ വിഷമമായിരുന്നു. അതെന്താ? അവിടെ ഒരു പെൺകുട്ടിയുമായി റൊമാൻസ്. പക്ഷേ അവസാനം വരെ മനസ്സിൽ വെച്ചേ ഉള്ളൂ, തുറന്നു പറയാൻ ധൈര്യം കാട്ടിയില്ല. പ്രകാശ് എന്താ വിവാഹം കഴിക്കാത്തത്? വിവാഹോ? അയ്യോ, എനിക്കൊരു പ്രേമം വല്ലതും? പ്രേമോ? ഛെ. എന്താ ചിരിച്ച്? ഹേയ്, ഒന്നുമില്ല. പറയുന്നേ. കളിയാക്കരുത്. ഇല്ല. ഭാവി വരനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയാറില്ലേ? പക്ഷെ അതിൽ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറ്. കളിക്കോപ്പുകൾ നിറഞ്ഞ ഒരു കൊച്ചുമുറി, ഇളം നീല പെയിന്റ് അടിച്ച ചുവരുകൾ, വിൻഡോസിനെല്ലാം വില്ലീസ് കർട്ടനുകൾ. അങ്ങനൊരു മുറി ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. മെറി പോപ്പിൻസിലെ ആ 2 കുസൃതികളില്ലേ, അതുപോലെ 2 എണ്ണം. ഹലോ പ്രകാശ്. ആ, സുമിയ, എന്താ പറയേ? ഒന്നുമില്ല, ഞാനേ ഈ ആഴ്ച വരില്ല കേട്ടോ. എന്താ കാര്യം? നമ്മുടെ മാധവമാമയുടെ മോളില്ലേ സുജ, അവളുടെ എൻഗേജ്മെന്റാ ഞായറാഴ്ച ഇവിടെ വെച്ച്. നിനക്ക് അവരോട് പറ്റില്ലെന്ന് പറയരുതായിരുന്നോ? അവര് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണമെന്ന്. കേൾക്കുന്നുണ്ടോ? ആ, വേറൊന്നുമില്ല. അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ വെക്കുകയാണ്, ഇടയ്ക്ക് വിളിക്കോ? ആ, രാത്രി 10 മണിക്ക് ശേഷം വിളിച്ചാ മതി. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിത്തിങ് എൽസ് മാഡം? വെൽ ഐ വാണ്ട്. ഹായ് പ്രകാശ്. ഇരിക്കൂ. പ്രകാശ് കഴിച്ചോ? നോ. കൃഷ്ണ എന്താ പതിവില്ല റെസ്റ്റോറന്റിലൊക്കെ? ഇന്ന് ഞാൻ എന്റെ കുക്കിംഗ് ക്യാൻസൽ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുമായിട്ട് സൂവിൽ ചുറ്റിയടിക്കുകയായിരുന്നു. മൃഗങ്ങളെ കാണിക്കാനായിരുന്നു ഈ കുട്ടികളെ കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാ പോരായിരുന്നോ? അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടിരുന്നല്ലേ. ആ, അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു. പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കുക. ആഹാ, അതെന്നെ അടുത്തറിയാത്തോണ്ടുള്ള തെറ്റിദ്ധാരണ. അപ്പോ തല്ലിപ്പൊളിയാ? പിന്നല്ലാതെ. എനിക്ക് തോന്നുന്നില്ല. ഒരു മട്ടൻ കട്ട്ലറ്റ്, ഒരു ലിംക, പട്ടപൊട്ടിയോ, ഒരു ഐസ്ക്രീം. സാർ, ഇപ്പൊ കൊണ്ടുവരാം. തിരിച്ച് വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. താങ്ക് യു. വെൽക്കം. ഇറങ്ങുന്നില്ലേ? ഇല്ല, ബൈ. ഓക്കെ ദെൻ ബൈ.
അത് ശരി. മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ. മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നും ഇല്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, 3rd സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. ഇങ്ങനെ ഒരു കേസ് കേട്ടിന്റെ കാര്യം അവൻ പ്രകാശ് ആ ടവലൊന്ന് എടുത്തു തരൂ. താ. ഹായ് പ്രകാശ്. എന്റെ അമ്മേ. പ്രകാശ്, ആരാ അവിടെ? പ്രകാശ്, പ്രകാശ്, come here. എന്താണ് അമ്മാവാ? Who is there? അമ്മാവാ, എന്റെ ഫ്രണ്ടാണ് അമ്മാവാ. I won't allow anybody here. നിനക്കറിയാൻ പാടില്ലേ? പോകാൻ പറ അവനെ. അമ്മാവാ, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അമ്മാവൻ. അറിയാതെ വിട്ടുപോയതാ. അറിഞ്ഞോ അറിയാതെയോ ഒരാളും ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? I will shoot him. Where is my gun? എന്റെ തോക്കവിടെ. അമ്മാവ തോക്കെടുക്കരുത് അമ്മാവ. അമ്മാവ, അവൻ അറിയാതെ വന്ന് വിട്ടുപോയതാ. മേലാളിത് ആവർത്തിക്കില്ല അമ്മാവ. നിന്നോട് ഫസ്റ്റ് വാർണിംഗ് അല്ല, പരമാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രകാശ്, അമ്മാവ, സാധനങ്ങൾ ഉടക്കരുത്. അമ്മാവ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും അമ്മാവ. ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓ ശരി അമ്മാവ. എന്താ പ്രകാശ്? ആരാ? നോക്കി നിൽക്കാതെ പെട്ടെന്ന് കയറ്. അടയ്ക്ക്. ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? ആരായിരുന്നത്? ആഹാ, അപ്പൊ കഥകളൊന്നും അറിയില്ലല്ലേ? ഇല്ല. പട്ടാളത്തിൽ പോയി വട്ടാളകി എന്റെ അമ്മാവൻ. കേട്ടില്ലേ അവിടുത്തെ ബഹളങ്ങള്? 2 ലോഹമായുധങ്ങൾ കണ്ട് ചികിരിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി. തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. പ്രകാശ് എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്നത്? എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ. അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വരില്ല. ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ തടിയൻ, മീശയില്ലാത്ത കുള്ളൻ. ആര്, ചാക്കോച്ചനോ? ആ, അയാൾ അഡ്രസ് തന്നുകൊണ്ടാ. എന്റെ പൊന്നെ, ചാക്കോച്ചൻ പറയുന്നൊന്നും ദൈവത്തോട് വിശ്വസിക്കില്ലേ? ഇല്ല. ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ. ഞാൻ കരുതി അതെനിക്കുള്ളതായിരിക്കും. ആ, അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാനത് തിരിച്ചു തരില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ പ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന്? നിങ്ങൾ എന്തിനാ പെണ്ണിനെ ഒന്ന് വീട്ടിലോട്ട് പറഞ്ഞേച്ച്? ആരെ? ആ ദൂരദർശനിൽ അന്വേഷിച്ചൊന്നുമില്ല ഒരു പെണ്ണ്, ആ ഹിന്ദുസ്ഥാനിയുടെ മോള്. ഓഹോ, അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനിയുടെ മോളല്ലേ? അത് ശരി. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്.
സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ദേ ചാക്കോച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ. എന്താ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. എന്താ കാര്യം? അന്ന് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതല്ലേ, ടെലിഫോൺ ബില്ലിന്റെയും കറണ്ട് ബില്ലിന്റെയും കാര്യം. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്രയായെന്നറിയോ? ഫോൺ അവർ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോട്ടെ. എല്ലാം കളിയായിട്ട് എടുക്കരുത്. വീട്ടുകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മനസ്സില്ല വീട്ടുകാര്യങ്ങൾ നോക്കാൻ. നിന്നോട് ആരാ പറഞ്ഞ എറണാകുളത്തേക്ക് പോവാൻ? വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കായിരുന്നില്ലേ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. കൂട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ വിട്ടുപോയിന്ന് വരും. ഇങ്ങനെ ബഹളം വെക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ബഹളം വെക്കും. നിന്റെ ഈ സ്വഭാവം അതിന് കാരണം. എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും, മനുഷ്യനെ സ്വസ്ഥത കെടുത്താൻ. നിനക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ല ലൈഫില്. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, ബാങ്ക് അക്കൗണ്ട്, പ്രോഡക്റ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, LIC. അടുത്തു. പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ. മറ്റന്നാ രാവിലെ തന്റെ ജോലി എന്താണെന്നറിയോ? കറണ്ട് ബില്ലടയ്ക്കുക, ടെലിഫോൺ ബില്ലടയ്ക്കുക, പത്രക്കാരന് കാശ് കൊടുക്കുക. പിന്നെന്താ? പിന്നൊന്നുമില്ല. ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ. ഓക്കെ? സുമിത്രക്കുട്ടി, എന്റെ സൂത്രക്കുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഭാര്യയെ, നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ വല്ലപ്പോഴും ചൂടാവുക? അങ്ങനെ ഇപ്പൊ വേണ്ട. ഒരു ഭർത്താവിന്റെ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യും, പോയി ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്ക്. ഓടുന്നു. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ടാ? അതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. മുഖത്ത് നോക്കി പറയാൻ. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാണ്. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാര്? അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ട വെച്ച 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സൂറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. എന്നാ വാക്ക് എന്താന്ന് ഞാൻ പറയട്ടെ? എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുവരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ കുറെ നാൾ
ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞ പ്രശ്നമേ ഇല്ല. ഞങ്ങളോട് പറയണ്ട, പോടാ അവിടുന്ന്. മാത്രല്ല അത് കേട്ട നിങ്ങൾ ഒരു അതും കെട്ടാണ്. ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്ക് വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ടടിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തിയ എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുത കള്ളൻ. ആ ഒഴിച്ചേ, ഒഴിക്കേ. എന്റെ അമ്മേ, ഒഴിക്കേ. ബോംബെയിൽ ചിലവഴിച്ച കുട്ടിക്കാലമായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും നല്ല പീരീഡ്. ഇന്നും കൊതിയോടെ ഓർക്കാനുള്ളത് ആ കാലം മാത്രമാണ്. ബോംബെയിൽ എവിടെയായിരുന്നു? ബാന്ദ്ര. ഓ ഗോഡ്, ബാന്ദ്രയില. ഉം. എന്റെ ചെറുപ്പത്തില് ഞങ്ങളോട് താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗണപതി ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ? ആ ആ സ്ട്രീറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഹേ, അതിന്റെ നെക്സ്റ്റ് സ്ട്രീറ്റ് ആണ് ഞങ്ങളുടേത്. ആ. അവിടെ ഒരു പഴയ ചർച്ച ഉള്ളത് അറിയോ? ആ അവിടെ വരാറുണ്ടായിരുന്നോ? ഇല്ല. എക്സാം ജയിക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കാശിടുമായിരുന്നു. എനിക്ക് ഇപ്പോഴും അവിടെ ഓർമ്മയുള്ളത് ഞായറാഴ്ച തോറും ഐസ്ക്രീമുമായിട്ട് വരുന്നൊരു കിളവനെയാ. ഓർമ്മയുണ്ടാവും, നീല കോട്ടക്കെട്ട് തടിച്ച്. ആ, അറിയാം. എന്റെ കൊറേ കാശ് അടിച്ചിട്ടുണ്ട് പുള്ളി. അങ്കിൾ വില്യംസ്. എക്സാക്ട്ലി. ചിലപ്പോ അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഒരു നിക്കറുകാരൻ പയ്യൻ. ഒരു സ്കർട്ടുകാരി ചട്ടമ്പി പെണ്ണും. ആ, 4-5 ദിവസം ഞാൻ ഫ്രീ ആണ്. എന്ത് ചെയ്യാൻ പോകുന്നു? തീരുമാനിച്ചില്ല. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് കരുതുക. കാശിക്ക? ഹേയ്, അത്ര ദൂരത്തേക്കൊന്നുമല്ല, വേറെ എവിടേക്കെങ്കിലും. ഞാൻ നാളെ തിരിക്കുക. എങ്ങോട്ട്? ഒഫീഷ്യൽ ട്രിപ്പാ, കോടഗിരി എന്ന് പറയും. റിയലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ എന്താ? അവിടെ ഒരു യോഗ സെന്റർ ഉണ്ട്, സായിപ്പ് നടത്തുന്ന. അതിനെ കുറിച്ച് പ്രോഗ്രാം തയ്യാറാക്കണം. ഞാൻ കൂടെ വരട്ടെ? ആർ യു സീരിയസ്? നവാ, ഞാൻ എന്ത് കെയർ ഓഫിൽ വരും? അവിടുത്തെ പാർട്ടിസിപ്പൻസ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, Then come. അച്ഛനോടൊന്ന് പറയണം. എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ കൃഷ്ണയെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഫിക്സ് ചെയ്യൂ. ഷുവർ. പ്രകാശിന്റെ പേര് നീ ചീത്തയാക്കുവോ ഇന്റർവ്യൂ ചെയ്ത്? നോക്കിക്കോളൂ, ഇത് കഴിയുമ്പോ ദൂരദർശൻകാര് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യും. കണ്ടറിയാം. ആ, പ്രകാശിനെ ഞാൻ അന്വേഷിച്ചത് പറയണം. പറയാം. खूब ठंडी है, ये भी रखिए. കണ്ടോ, നിനക്ക് ഈ ബുദ്ധി തോന്നിയോ? क्या क्या? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ? അതെന്നാ പറച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന്. എനിക്കറിയാം മോനെ, ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ഈ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ. ഇപ്പൊ സമയം തീരെയില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അല്ല, ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ഒന്ന് അനുഗ്രഹിച്ച് വിടുന്ന ചാക്കോച്ച. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. പിന്നെ താൻ എനിക്ക് എന്താ പാല് വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് പാട് മാപ്പിളെ. അയ്യോ, എനിക്ക് തെറ്റിതാ, നിനക്ക് പാലല്ല തന്നത്, ബ്രാൻഡിയാ. ശരിയണ്ടാ. ദൂരദർശൻ ടീമിനുണ്ട് റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. സാറാണോ മിസ്റ്റർ പ്രകാശ്? അതെ. ആ, പിന്നെ ബാക്കിയുള്ളവരെല്ലാം മോർണിംഗിൽ എത്തുവേ. പെട്ടി ടിക്കലുണ്ട്. കാറിലിരുന്ന് പ്രകാശ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചുപോക്കിനെ കുറിച്ച് മറക്കും. തിരിച്ചു പോകണമെന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീട് വയ്ക്കാം, ഒരു വുഡൻ ഹൗസ്. എന്നിട്ട് ഇവിടെ തന്നെ കൂടാം. എന്നോട് കളിക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം, ഞാൻ കയറി സീരിയസ് ആകും. ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി ഞാനും സത്യം പറയട്ടെ, എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു. യെസ്, ഐ ലൈക്ക് യു റിയലി. നാളത്തെ ഇന്റർവ്യൂ, ഷൂട്ടിംഗ് എന്നൊക്കെ ഓർക്കുമ്പോ ബോറാവോ? നല്ല കക്ഷിയാണല്ലോ. ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ജോബ്.
ഇതാ നോക്കിക്കോ. എന്താ നിങ്ങളുടെ പേര്? ഐ എം കൃഷ്ണ. എത്ര കാലമായി നിങ്ങൾ ഈ യോഗ കേന്ദ്രത്തിൽ വന്നിട്ട്? കുറെ കാലമായി. സാറിനിപ്പോ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ഈ യോഗ പരിശീലനം കൊണ്ട് താങ്കൾക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അതിപ്പോ അതൊന്നും അറിയില്ല. ഓക്കെ, നിങ്ങൾ എന്തിനാ പ്രകാശ് എന്നൊരു പാവം മനുഷ്യനെ ധർമ്മസങ്കടത്തിലാക്കിയത്? എന്താ പറഞ്ഞത്? ഞാൻ ധർമ്മസങ്കടത്തിലാക്കിയെന്നോ? അതിനാരാ കാരണം? ഐ ലൈക്ക് യു പ്രകാശ്, ഐ ലൈക്ക് യു. നീ എന്താ വർക്കിംഗ് ഡേയില്? നല്ല ആളാ. ഇന്ന് എന്താ ഡേറ്റ് എന്നറിയോ? എന്താ? മറന്നുല്ലേ? 2 വർഷം മുമ്പ് ഇതേ ദിവസം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായത്. വെഡിങ് ആനിവേഴ്സറി അല്ലേ? പ്രകാശിന് എന്ത് പറ്റി? ഇതെല്ലാം എന്നേക്കാൾ കൃത്യമായിട്ട് ഓർമ്മിക്കുന്ന ആളാണല്ലോ. ചേച്ചേ, തിരക്കിനിടയിൽ ഞാനത് മറന്നു. വാ. ഹലോ, ഞാനാടാ. അതെ, കൃഷ്ണ വിളിച്ചിരുന്നു. അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സിമി മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന്. അവൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്ന്. നീ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ആ ശരി. പെട്ടെന്ന് കുളിച്ച് റെഡിയാവും. ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എനിക്കിന്ന് ഫ്രീ ആവാൻ പറ്റില്ല, വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. ഒന്നും പറയണ്ട. ഞാൻ പിന്നെ എന്തിനാ ലീവ് എടുത്തു വന്നത്? ആയില്ലെങ്കിൽ അമ്പലത്തിൽ പോണം. എനിക്കൊരു വഴിപാടുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് നടത്താമെന്ന് ഞാൻ നേർന്നതാ. പക്ഷെ സുമിത്ര, എനിക്ക് കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങനെ മുടക്കം പറയാൻ പാടില്ല. എന്താ ഇവിടേക്ക് വന്നത്? നീ ഇരിക്കും, ഞാനിപ്പോ വരാം. പെട്ടെന്ന് വരണേ. ആ. ബുദ്ധിമുട്ടായില്ലേ? ഞാനാ കൃഷ്ണയോട് പറഞ്ഞത് പ്രകാശിനെ വിളിക്കാൻ. എങ്ങനുണ്ട്? ഓക്കെ. ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ. ഈ ബാബുറാവിന്റെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ വന്നത്. മോളൊന്ന് പുറത്തിറങ്ങി നിൽക്കുമോ? പ്രകാശ്, ഈ നിമിഷം മരിക്കാനും എനിക്ക് ഭയമില്ല. കൃഷ്ണയുടെ അമ്മ പോയ ശേഷം പലതവണ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തെളിയാറുള്ളത് എൻ്റെ മകളുടെ മുഖമാണ്. അവൾ അനാഥയായി പോവില്ലേ? പക്ഷെ ഇപ്പോ എനിക്കാ പേടിയില്ല. കൃഷ്ണയെല്ലാം പറഞ്ഞു. എനിക്കിഷ്ടായി, വളരെ ഇഷ്ടായി. അല്ല, അവളെ നോക്കണം. പാവം കുട്ടിയാ. അത് ഞാൻ കൃഷ്ണയെ വിളിക്ക. പ്രകാശ്, ധൈര്യമായിട്ടിരിക്കെ.
അച്ഛൻ വിളിക്കുന്നു, ചെല്ല്. Excuse me. കാണാതായപ്പോ ഞാൻ ദൈവമേ, കൃഷ്ണ തനിച്ചാണ്. പിടിച്ചു നിൽക്കാൻ അവളുടെ മനസ്സിന് ശക്തി കൊടുക്കണേ. കൃഷ്ണ, 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 എന്ത്? ഇന്ന് അന്തരിച്ച സുപ്രസിദ്ധ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ആദിത്യവർമ്മയ്ക്ക് ദൂരദർശൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 30 വർഷത്തോളം കാലം ഭാരത സംഗീത സാഗരത്തിൽ ഒരു പവിഴമുത്തായി ജ്വലിച്ചു നിന്ന അദ്ദേഹത്തെക്കുറിച്ച് ദൂരദർശൻ തയ്യാറാക്കിയ ഒരു പരിപാടി ഇപ്പോൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. സുമിത്ര, പ്രകാശൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുമ്പെങ്ങും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ ട്രാൻസ്ഫറായി പോയതിന്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? പിണങ്ങ വഴക്കിടുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇന്ന് വേണ്ടിയിരുന്നില്ല. ഞാൻ വേറെന്തോ ടെൻഷനിലായിരുന്നു. സോറി സുമി. ഈ ഫോർമൽ സോറി പറച്ചിൽ പോലും പുതിയതാണല്ലോ. പോട്ടടോ. നീ എന്താ പിന്നെ അവളെ പോയി കാണാത്തത്? എങ്ങനെയാ അവളെ ഫേസ് ചെയ്യാന്നറിയില്ല. കൃഷ്ണയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് കാണാൻ കഴിയില്ല ചാക്കോച്ച. എന്ന് കരുതി ഒറ്റയ്ക്ക് അവിടെ ചടഞ്ഞുകൂടിയിരുന്ന് ആ കൊച്ചിന് ഭ്രാന്ത് പിടിക്കട്ടെന്ന് താൻ മറ്റൊന്നും ആലോചിക്കണ്ട. തന്നെ പോലൊരു സുഹൃത്തിനെ കാണാൻ അവളിപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും താൻ അവിടെ വരെ ചെല്ലണം. എന്താ പോയിക്കൂടെ? साहब का अंतिम संस्कार करने के लिए मैं जा रहा हूँ। मेरा छोटा मेम साहब का ख्याल रखिएगा।
मैं आता हूँ। പാവം ബാബുറാം, അച്ഛന്റെ ചിതാഭസ്മം കാശി കൊണ്ടൊഴുക്കണമെന്ന് അയാൾക്ക് നിർബന്ധം. ബാബുറാം കാശിക്ക് പുറപ്പെട്ടു. എത്ര ദിവസം അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക? കുറച്ചുകൂടെ ഇവിടെ തന്നെ. പറ്റില്ല. സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നാലേ കൃഷ്ണ പഴയ മൂഡിലെത്തൂ. പ്രകാശിനറിയോ, വീണ്ടും പാടാൻ അച്ഛൻ തയ്യാറെടുക്കായിരുന്നു. എനിക്കും പ്രകാശിനും വേണ്ടി. ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ദിവസത്തിന്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു കരച്ചിൽ അല്ലേ? ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ശരി. May I come in? പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ഇതാര് കാഞ്ഞിരം കുറ്റിയോ? ആകെ ഒന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? സോറി, ഞാനിപ്പോ കാഞ്ഞിരംകുറ്റി അല്ല, ഇടക്ക് വെച്ച് പേരൊന്നും മാറ്റി. അതെന്താ? അതായത് ഈ കാഞ്ഞിരംകുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ? ഉണ്ട്. എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ കയ്പ് അനുഭവപ്പെട്ടു. അത് കറക്റ്റാ. വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി. അമൃതം ഖാദർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ്. അതെന്താ, ദുബായിലേക്ക് പോവാണോ? ചേ, നിരൂപണം. അത് കൊള്ളാം. വലിയ അധ്വാനമില്ലാത്ത പണിയാണല്ലോ. ആഹാ, അതിനാണ് അധ്വാനം. എഴുത്തുകാർക്ക് കണ്ണു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്താണ്ട് വായിച്ചാൽ മതി. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എഴുതാൻ ചില്ലറ പണിയാ. പഴയ പോലുള്ള പണിയാണോ? ഇത് വലിയ റിസ്ക് പിടിച്ച പണിയല്ലേ? മോന്തക്ക് നല്ല പട കിട്ടില്ലേ? ഇങ്ങനെ അങ്ങനെ പഴട്ടാ ഞാൻ എന്താ പോക്കറ്റ് അടിക്കാൻ വന്ന പോക്കിത്തരം പറഞ്ഞു കൊടുക്ക. എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്താനം പറഞ്ഞത്? ഞാനിപ്പോ ആരാന്നാ വിചാരിച്ചേ? താൻ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? ജ്ഞാനപീഠ അവാർഡ് വാങ്ങിയ യണമ്പ്യാരാ. അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടെന്ന് ഞാൻ അതിന് പോവുക. അതെ, പോണ വഴിക്കൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ മേപ്പിട്ട് തരണം. ഇതേ 1.2 ക്യാമറയും തൂക്കി നാട് നീങ്ങളെ ഷൂട്ട് ചെയ്ത് നടന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല. മനസ്സിലായോ? ദൂരദർശനെ പറ്റിക്കാൻ നടക്കണത് നിന്റെ അച്ഛനാണ്. എന്താ ദേഷ്യം വന്ന? ദൂരദർശനെ പറഞ്ഞോണ്ടൊന്നല്ലടാ, എനിക്ക് ആ വൃത്തിയായിട്ടവനെ ഇഷ്ടല്ല. അതെ, പോണ്ടേ? ആ പോവാ, ഞാൻ റെഡി. ഏയ്, എന്താ കൂട്ടാ? എന്തു പറ്റി? സുമിത്രക്കുട്ടി, സൂത്രക്കുട്ടി, എടി പെണ്ണത്തെ ഇങ്ങനെ മോവും വെറുപ്പിച്ചിരുന്ന കാണാൻ ഭയങ്കര ബോറാ. അതുകൊണ്ടാ. ഒന്ന് മിണ്ടായിരിക്കാവോ? ഓഹോ, കാര്യം ഭയങ്കര സീരിയസ് ആണല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. വീട്ടിലെത്തട്ടെ, പറയാം ഞാൻ. എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എടി കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം തിരക്കുന്നു. എന്നോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാൻ എന്ത് ചെയ്യുന്നു നീ പറയുന്നത്? ഞാൻ ഗർഭിണിയാണ്. സത്യം? അയ്യോ പ്രകാശ്, പതുക്കെ. വേണ്ട. അയ്യോ, ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലേ? എടി കഴുതേ, ഈ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിട്ടാണോ
നീ മൂക്കുവീഴ്ചയിലും കരച്ചിലൊക്കെ നടത്തിയത് പിന്നെ എന്റെ പ്ലാൻ മുഴുവൻ തെറ്റിയില്ലേ? ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽഡ് നിന്റെ ആയി. ഒരു സെറ്റിൽഡ് മിണ്ടി പോരുത്. പെട്ടെന്ന് ഒരുങ്ങ്, ഇന്ന് ഡിന്നർ പുറത്ത്. എന്റെ അനന്തരാവകാശി, ഈ ഭൂമിയിലെ മുഴുവൻ സ്നേഹവും തരാൻ തയ്യാറായി ഈ പിതാവുരത്തിന് ഇതാ ഇവിടെ കാത്തു നിൽക്കുകയാണ്. കൃഷ്ണയും നീയുമായിട്ടുള്ള ബന്ധത്തിന് നീ അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഞാൻ എതിരൊന്നും നിന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ്. ചാക്കുച്ച, ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്, പക്ഷേ അതിലെ ശരിയുമാണ്. എന്ത് സംഭവിച്ചാലും ശരി, കൃഷ്ണയോട് ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. അത് ഞാൻ തീരുമാനിച്ചു ചാക്കോച്ച. പ്രകാശ്, യെസ്, എനിക്കറിയായിരുന്നു എന്ത്? പ്രകാശ് ആയിരിക്കുമെന്ന്. പ്രകാശ് ഇന്നിവിടെ വന്നേ പറ്റൂ. അതെന്താ അങ്ങനെ? ഞാൻ ആഗ്രഹിച്ച സമയത്തെല്ലാം പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണ, ഉം? ഒന്ന് പുറത്തേക്ക് വരാമോ? കൃഷ്ണയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിത്തിങ് സീരിയസ്? യെസ്. ഓക്കെ, ഞാൻ വരാം, കേൾക്കാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട്. എന്തത്? ദാ, ഇവിടെ ഒരു ഉമ്മ തരൂ കൃഷ്ണ. പ്ലീസ്. നീയും? അതെന്താ നീയൊന്ന്? വേറെ ആരെ പ്രഗ്നന്റ് ആയിരിക്കുന്നത്? ഭാര്യ, എന്റെ ഭാര്യ കൃഷ്ണ. അച്ഛനവൻ പോകുന്നറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ? പ്രകാശിന് സന്തോഷമല്ലേ? പിന്നെ സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തു വരുന്നില്ല. അച്ഛനവൻ പോകുന്നറിഞ്ഞതിന്റെ വെപ്രാളം നല്ല രസമുണ്ട്. പഴയ ശകുന്തലയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന്. കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട്. പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. എങ്ങനെ? അമ്മാവന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ? ഞാൻ പറയാം. കുഞ്ഞ് ജനിക്കുന്നത് വരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം. പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി, അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം. നമ്മുടെ വിവാഹം. കൊട്ടും മേളും ആൾക്കൂട്ടും ഒന്നും വേണ്ട. സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക, അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക. അത്രേ എന്റെ മനസ്സിലുള്ളൂ. തീ കൊണ്ടുള്ള കളിയാ നീ കളിക്കണേ. എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ചെന്നപ്പോ നിന്നെ നാ ഇറങ്ങിപ്പോയോ? അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാനത് എങ്ങനെ പറയും ചാക്കോച്ച? ഇനി എല്ലാം തുറന്നു പറഞ്ഞു എന്ന് വെക്കുക. ഞാൻ ഈ രാത്രി മനസമാനത്തോടെ കിടന്ന് ഉറങ്ങിന്നും വരും. പക്ഷേ രാവിലെ ഉണരുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ? അവൾ ആത്മഹത്യ ചെയ്തെന്ന്. അപ്പൊ ഈ നിങ്ങൾ പോലും എന്നെ കുറ്റപ്പെടുത്തില്ലേ? അത് മാത്രമാണോ? മരണം വരെ ഒരു ദുസ്വപ്നം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ? നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? അവളെ കല്യാണം കഴിക്കാൻ പോവാ? അതെ, അവളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. സുമിത്രയെങ്ങാൻ ഇതറിയാൻ ഇടയായാൽ? ദയവ് ഇത് എന്നത് ഓർമ്മിപ്പിക്കരുത്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. എന്റെ ദേവി മഹാമായെ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഹ്യൂ. ശിവ ശിവ, എന്താ ഇത്? ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ. രാവിലെ എന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ? ഇതെങ്ങോട്ടാ രാവിലെ? ഒന്ന് മാറി. പ്രകാശ്, ഇതെങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വേണ്ട വേണ്ട. അയ്യോ, നല്ല ദോശ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നെ ആർക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ്, ഇതായിരുന്നു. ചാക്കോച്ചനല്ലേ അത്? ആ, സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്? സത്യം പറഞ്ഞേക്കാം, ഞങ്ങളൊരു കല്യാണത്തിന് പോവാ. അയ്യേ, കല്യാണത്തിന് ഈ വേഷത്തിലാ പോകുന്നത്? നാലാള് കൂടുന്നിടത്ത് ഞാൻ ജുബയുമുണ്ട്. പെണ്ണും കെട്ടി തന്തയാവാറായി. ഇനി ആര് കാണാനാ മോളെ? പ്രകാശ്, മറ്റുള്ളവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എനിക്ക് എവിടെ എത്തണം. പ്രകാശ് നിക്ക്, ഒരു കാര്യം പറയട്ടെ. നീ എന്തിനാ എന്റെ പുറകെ കിടന്നതിന് ഓടുന്നത്? നിന്നോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട്ടു ജോലികളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ജോലിക്ക് ആളെ നിർത്തിയിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു?
അതല്ല മോളെ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ, നീ റെസ്റ്റ് എടുക്ക. ശരീരം ഇണങ്ങുന്ന പണിയൊന്നും ചെയ്തൂടാ. വിട്ടോ. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ചാക്കോച്ചന്റെ ഡ്രസ്സല്ല ഇവിടെ. ആദ്യം ആ ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് ഇവിടെ. ഷർട്ട് പോക്കലുണ്ടോ? ഒന്ന് നേരെ നോക്കി ഓടിക്കോ. ചാക്കോച്ച പെട്ടെന്ന് വിട്. പെട്ടെന്ന് വിട്ട് വല്ലോരം നെഞ്ചത്ത് വണ്ടി കയറിയ ഞാൻ ജയിലിൽ പോണ്ടേ? മുഹൂർത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും. പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറരുത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വയ്ക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പാചകമില്ല. പെട്ടെന്ന് പെട്ടെന്ന് വേഗം വിടല്ലേ ചാക്കോച്ച. രാത്രി മടുത്ത് അവിടെ പോയി കാണും. ഒന്ന് വേറെ എവിടെ മാപ്പിളെ? മാലയുടെ മാല. അയ്യോ, മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ ബട്ടൺ നിന്നിട്ട് ഒന്ന് വേഗം നടക്കണോ? എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റൂ. നീ പോയി കെട്ട്. ചൂടാവാതെ എപ്പോഴും ഇങ്ങനെ നടക്ക്. മൂർത്തി. അപ്പൊ നിനക്ക് മൂത്ര ഒഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ആ ആ. ഹലോ പ്രകാശ്, ഇങ്ങോട്ട് അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക് ഇത്തിരി മീൻ മേടിക്കാൻ. നീ വരുന്ന? അല്ല, കയ്യില് മാലയൊക്കെ ആയിട്ട്. ഒരാള് ചത്തു, അടിയന്തരാണ് അയാളുടെ. എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണേ. എനിക്ക് ഈ ആൾക്കാരെ ഇഷ്ടമല്ല. മിസ്റ്റർ മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തവരായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. അത് പറഞ്ഞാ പോരാ, ഞാനും വരില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തിയുള്ള നിങ്ങളുടെ പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്. അവിടെ ഒന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ. ഒന്ന് വേഗം വാണോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക്. ഇത് അമ്പലം, ക്രിസ്ത്യാനികൾ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവുക? കേറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. താലിയുടെ താലി എന്റെ ഇല്ലേ? ഇല്ലെന്ന് ഞാൻ നേരത്തെ അവിടെ തന്നില്ലേ? എന്റെ ഇല്ല. എന്റെ ഇല്ല. ഞാൻ അങ്ങോട്ട് തന്നു. അതല്ലേ താലി. താലിവിടെ നിൽക്ക്. ഒന്ന് മാറിയാ കൊച്ചാ. എന്തൊരു സന്തോഷത്തോടു കൂടിയാ ആ ബോധമില്ലാത്തവൻ പോണേ. ഇതെങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും? ഇതൊരു അടിപൊളി നടക്കും, ഉറപ്പാ.
പ്രകാശ്, പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ. കം ഹിയർ പ്രകാശ്. പ്ലീസ് ഹെൽപ്പ് മീ പ്രകാശ്. എന്ത് പറ്റിയാ കൊച്ചാ? വാ. ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. നീയല്ലേ പറ്റിച്ചത്? ചാക്കോച്ചാ, എന്തിന്റെ പുറപ്പാടത്? നീ ചളവാക്കരുത്. ചാക്കോച്ചാ, സോറി സിസ്റ്റർ, ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വെള്ളം വെള്ളം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിൽ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാ. ചാക്കോച്ചൻ എന്ത് പറ്റി? പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? എന്ത് പറ്റി? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ? സുമിത്ര പൊക്കോ. കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെന്ത് പറ്റി? അയാള് പെട്ടെന്ന് ചത്തുപോയിടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ. നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ. ഒരാൾക്ക് 2 ഭാര്യമാരോ? ദൈവം പൊറുക്ക മകളെ. ചാക്കോച്ചാ, ചാക്കോച്ചാ പോ. ചാക്കോച്ചാ പോ. ഞാൻ പോവാം, ഞാൻ പോവാം, ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാനാണ് വന്നത്. ചാക്കോച്ചാ പോ. സിസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. സിസ്റ്ററിന് കേൾക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് ചാക്കോച്ചാ, അമ്പലത്തിൽ വെച്ച് ചാക്കോച്ചാ, കൃഷ്ണയും ചാക്കോച്ചാ പോ. ചാക്കോച്ചാ, വിവാഹിതരായി. ആ, എനിക്ക് മതി. സമാധാനായി. ഞാൻ പോവാണ്. പോ, ചാക്കോച്ചാ. കള്ളു കുടിച്ച പോ. ചുരുക്കരുത്, ചുരുക്കരുത്. പോ, പോടോ, നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വരുന്നുണ്ടോ? ചോറ് തുറക്കട്ടെ. കഴിവരുടെ മോനെ കാര്യം തല്ലി ഓടിക്കും. ആ. പോടോ, സിസ്റ്ററേ, അങ്ങനെ വിവാഹം കഴിയൂ. പോടോ. ഇനി ഞാൻ പോവാം. ഞാൻ വരൂട്ടെ 2 അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം, മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ? വാ. വരൂ. സുമിത്ര ഇപ്പോ എറണാകുളത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, അവൾ ആഴ്ചയോറും പോയി വരിക. ഈ സമയത്ത് യാത്ര കഴിയുന്നത് ഒഴിവാക്കണം. അയ്യോ, അപ്പൊ ജോലി? യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞാ ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തേക്ക്. ലീവ് എഴുതി കൊടുക്ക്. ഒരു കാര്യം ചെയ്യാം, ഡെലിവറി SM ഹോസ്പിറ്റലാക്കാം. അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാ അങ്ങനെ ചെയ്യാം. ഇറങ്ങട്ടെ ഡോക്ടർ. ലീവ് എടുക്കുക എന്ന് പറഞ്ഞാ എത്ര ദിവസത്തേക്കാ ലീവ് എടുക്കുക? എന്നോടൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ ഓർഡർ അല്ലേ? അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ എടുത്തി വീണത്. അതെന്താ? അല്ല, നിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം പറയായിരുന്നു. ഈശ്വര, ഏത് കുരിശാണാവോ? ഹലോ. ഭഗവാനെ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോച്ചനാ. ഹലോ. കൃഷ്ണ ഒരു 4-5 പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു. നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്താ വരുന്നു. യെസ്, മിസ്സസ് കൃഷ്ണ പ്രകാശ്. എന്തിനാ സാർ വിളിച്ചത്? ഏയ്, ഇവിടെ ഒരു ഗർഭിണി ഒറ്റയ്ക്കിരിക്കുകയാണെന്നുള്ള വല്ല വിചാരമുണ്ടോ ശ്രീമാൻ ഭർത്താവിന്? നിന്റെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഓർത്തിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കുട്ടി. അതെന്താ പല കാര്യങ്ങൾ? ഓഫീസ് കാര്യങ്ങള്, നാട്ടുകാര്യങ്ങള്, പിന്നെ വീട്ടുകാര്യം. വേണ്ട, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇപ്പോ ഞാൻ കൂടുതൽ സെൽഫിഷ് ആയിരിക്കുക. പ്രകാശിന്റെ മുഴുവൻ സമയവും എനിക്ക് വേണം. എന്റെ കൃഷ്ണയല്ലാതെ വേറെന്താ എന്റെ മനസ്സിലുള്ളത്? ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോ. ഉയ്യോ. ഹലോ. എടാ, സുമിത്ര വിളിച്ചിരുന്നു.
നിന്നോടൊന്നും അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു. താൻ അവിടെ പോയില്ലേ? എവിടോ? ആ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ആരാ? സുമിത്ര. ഹലോ. തിരിച്ചു പോണ വഴി ത്രിവേണിയിലൊന്ന് കയറണം. എത്ര പ്രാവശ്യമായി പറയുന്നു കൂട്ടാ, ആദ്യം ചെക്കപ്പ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് എവിടെ വേണേലും പോവാം. പതുക്കെ പതുക്കെ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ആ വരൂ. ചെല്ലേ. സിസ്റ്റർ. ഹായ് പ്രകാശ്. അയ്യോ, എപ്പോ വന്നു? ഇപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? ഞാൻ വേറെ ആവശ്യം വേണ്ടി വന്നതാ. അപ്പോഴാണ് നീ ചെക്കപ്പിന് വന്നെന്ന്. കഴിഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ഓ. വരുന്നില്ലേ? ഇല്ല, കൃഷ്ണ പോക്കോളൂ. എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. ഓ. ആ വരൂ വരൂ. സിസ്റ്റർ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ്. അല്ല, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. എന്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. സാരമില്ല, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ബൈ. ദൈവമേ. എന്തു പറഞ്ഞു ഡോക്ടർ? അടുത്ത 20th വീണ്ടും വരാൻ പറഞ്ഞു. പോവാം. എന്താ പറ്റി? ഞാൻ എന്റെ ബാഗ് മറന്നു. പോട്ടെ. പോയോ? ആരാ? എന്റെ കൂടെ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന മഹാകത്തിയ നിന്ന കൊന്നുകളയും. ആ ഒരു മിനിറ്റ്. സോറി സിസ്റ്റർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ്. നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പൊ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീയോ? ഒരു മിനിറ്റേ. എന്റെ പൊന്നെ, ആ സിസ്റ്ററോട് സംസാരിച്ചാൽ ആ കുഴപ്പാ. അതെന്താ? നിനക്കറിയില്ലേ, അവർക്ക് സ്വബോധമില്ല. പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്നറിയോ? കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്നേ തോന്നുന്നു. പ്രകാശിന് എങ്ങനെ അറിയാം? അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ ഡ്രഗ് അഡിക്സിനെ പറ്റി. അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ. ചാക്കോച്ചനെ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂ. ഊരിപ്പോരാൻ പറ്റ പാടെ. അയ്യോ പാവം. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഡോക്ടർ മേമനെ കെട്ടണമെന്ന്. ഹലോ, ഇത് SM ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് വൈഫിനെയാ? ഏത് വൈഫിനെന്നു? നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് മിസ്റ്റർ? നിങ്ങളുടെ വൈഫല്ലേ ആ ഡാഫോഡിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന മിസ്സസ് കൃഷ്ണ? ശരി, താങ്ക് യു. മിസ്റ്റർ പ്രകാശ്, ഒരു കോൾ ഉണ്ട്. അതല്ല ഇത്. താങ്ക് യു. ഹലോ പ്രകാശ്. മിസ്റ്റർ പ്രകാശ് അല്ലേ? സുമിത്ര ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അടുത്ത വീട്ടിലെ ജേക്കബിന്റെ മിസ്സസ് ആണ്. താങ്ക് യു. ഞാനിപ്പോ പോവാം. പ്ലീസ് ആ വണ്ടി നിർത്തി മാറ്റൂ. എക്സ്ക്യൂസ് മീ, ഒരു മിസ്സസ് പ്രകാശ് ഏത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് എ മിനിറ്റ്. പ്രഭാര, ഒന്നിങ്ങി വന്നേ. സാറാ ആരെ ചോദിച്ചേ? അല്ല, ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയോ? മിസ്സസ് പ്രകാശ്. ആ, ഓക്കേ. താനൊന്ന് ഓപ്പിക്കൊണ്ടേ കൊടുത്തു സാറേ. കൊടുത്തിട്ട് പാടി. എന്താ വേണ്ടത്? ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? മിസ്സസ് പ്രകാശ്. താനിതുവരെ പോയില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞേപ്പിച്ചാ പിന്നെ എന്താ വേണ്ടത്? ഇത് ആരെങ്കിലും ഒന്ന് പറയേ. എത്ര നേരം ചോദിക്കുന്നു? ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്ത മിസ്സസ് പ്രകാശ് ഏത് റൂമിലാണ്? മിസ്സസ് പ്രകാശ് 309. താങ്ക് യു. ഒന്ന് മാറിക്കേ. അത്യാവശ്യമുള്ള ആളല്ലേ. ഞാൻ കയറട്ടെ. തേട്.
കൃഷ്ണ പ്രകാശ്, ഡോക്ടർ വന്നിരുന്നോ? ഉം. ഇപ്പൊ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോണ്ട് വറി. സാറേ, സാറല്ലേ മിസ്സസ് പ്രകാശിനെ അന്വേഷിച്ചത്? അതെ, ഇതാണല്ലോ മിസ്സസ് അവിടെ പ്രകാശ്. അവിടെ എന്താണ് കാര്യം? സാറല്ലേ മിസ്സസ് പ്രകാശിനെ അന്വേഷിച്ചത്? അവരെ താഴെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മേ, അവളും വന്നോ? അപ്പൊ ഇതാരാ സാറേ? അതൊക്കെ ഉണ്ട്, താൻ പോ. അവര് കൃഷ്ണ, ഒരു മിനിറ്റ് ഇതാ വരുന്നേ. എവിടെ ഡോക്ടർ പോകുന്നു? ഡോക്ടർ കാണാം. ഓ, കുരിശ്. സുമി, എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു. ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല. പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. സാർ, ഏ? സാറിനോട് അന്വേഷിക്കുന്നു. അയ്യോ. ഹലോ, എങ്ങനെയുണ്ട്? സിസ്റ്റർ, ആ കേസ് ഷീറ്റ് റൂമിലേക്ക് കൊടുത്തേക്ക്. സുമി, അതിനിടയ്ക്ക് എവിടെ പോയത്? അത് എന്റെ ഒരു ഫ്രണ്ടിന് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ്, താഴെ അഡ്മിറ്റ് ചെയ്തു. പ്രകാശ്, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. ഡോൺ വറി കൂട്ടാ, ഞാനില്ലേ കൂടെ. വർക്കി, മിസ്സസ് പ്രകാശിന് ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. കൂട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടേക്കാ വീണ്ടും? ഫ്രണ്ടിനെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോ വരാം. വേഗം വരണേ. ആ. അതിനെനിക്ക് സിസേറിയനാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ മിസ്സസ് പ്രകാശ്? അതെ, ഐ എം കൃഷ്ണ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ മിസ്സസ് പ്രകാശിനെ എഴുതി വെച്ചിരിക്കുന്നത്. സിസ്റ്റർ ആണോ നോക്കിക്കണേ ഒത്ത്? നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പ്ലീസ്. ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നേ. കൃഷ്ണ, താനെന്തോ ഇവിടെ? ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലാന്ന്. സിസ്റ്ററിന് ഓപ്പറേഷൻ? ആ. ആർക്ക്? ഇവർക്കോ? ആ, താനൊരു സ്ത്രീയെ മര്യാദയ്ക്ക് പ്രസവിക്കാൻ സമ്മതിക്കില്ലല്ലേ? താനെ ചാർട്ട് ചെക്ക് ചെയ്തേ. ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് അല്ലേ? അതെ, ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് തന്നെയാണത്. പക്ഷെ ഡോക്ടർ മിസ്സസ് മേനോന്റെ പേഷ്യന്റ് ആണ്. അപ്പളേ ഒഴിവാക്ക്, സ്ഥലം ഒഴിവാക്ക്. പോ. എന്താണ് വർക്ക് ചെയ്ത് എനിക്കിവിടെ കാര്യം? ഒന്നുമില്ല ഡോക്ടർ, ഞാൻ How are you? Okay. Okay, doctor. ഇവിടെ മിസ്സിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ്, അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ്. അതും മിസ്സിസ് പ്രകാശ് ആണല്ലേ. ആകപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണ്. എടോ, അത് 301 വേഗം കൊണ്ടു കൊടുക്ക്. 301 കൊണ്ടുപോ. വേഗം പോ. ആ, നിക്ക് സിസ്റ്ററെ, നമുക്ക് മേനോൻ ഡോക്ടറോട് ഒന്നുകൂടി പോയി ചോദിച്ചിട്ട് വരാം. പിന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻസ് അല്ലേ വേണം. നമുക്ക് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വാ പോവാ. എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ ആ ഫ്രണ്ടിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. പാവം. സിസേറിയൻ എന്ന് പറയുമ്പോഴാ എനിക്കൊരു പേടി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്റെ കുട്ടി. ഉള്ളതുപോലെ പറയും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാം. ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ വിഷമൊന്നുമില്ലേ? ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി. ഓഹോ, അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ? സിസ്റ്റർ, 306 പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഞാനങ്ങ് മറന്നു. കൃഷ്ണ, സിസ്റ്റർ, ഈ റൂമിൽ കിടന്ന പേഷ്യന്റ് അവരെ 302 മാറ്റി. 301 സുമിത്ര കിടക്കുന്നത്.
കൃഷ്ണ നല്ല ആളാ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ ഡോക്ടറുമായിട്ട് ഏയ്, ഞാൻ ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നേ. ആരാത്? ഏതോ പേഷ്യന്റാ. എന്തിനാ പ്രകാശനെ വിളിക്കുന്നത്? എന്നെയല്ല, ചിലപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ? ഭർത്താവിന്റെ? ഭർത്താവിന്റെ അല്ല, അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മാവന്റെ പേര് പ്രകാശ് ആയിക്കൂടെ? അത് ശരി. പാവം വല്ലാതെ കരയുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആ പ്രകാശനെ കാണാത്തോട്ടില്ല ഒരു പ്രകാശം വിളിക്കുന്നത്. ആ പ്രകാശില്ലാത്തപ്പോ ഈ പ്രകാശ് പോയി നോക്കട്ടെ. കൃഷ്ണ കണ്ണടച്ച് കൊടുക്കുമ്പോ ഈ പ്രകാശോട് പറന്നെത്തും. ഓക്കെ? എന്താ സുമി വിളിച്ചത്? പ്രകാശ് എവിടെ പോയിരുന്നു? റിലാക്സ് റിലാക്സ്. ഓക്കെ, തിയേറ്റർ വേഗം റെഡിയാക്കൂ. സിസ്റ്റർ, ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. ഡോക്ടർ ഡോണ്ട് വറി, ഡോണ്ട് വറി. കൂട്ടാ, പേടിക്കില്ല. സുമി, എനിക്ക് പേടിയാവുന്നു. അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീയുടെ പേരും മിസ്സസ് പ്രകാശ് എന്നാണോ? അതെ, അതും ഡെലിവറി കേസാ. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. രണ്ട് മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ. അമ്മേ, സുമി, 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 ഒന്നുമില്ല സുമി, പേടിക്കണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം ശരിയോ? ഡോക്ടർ സുമി, കൃഷ്ണ ഒന്നുമില്ല, പേടിക്കണ്ട. സിസ്റ്റർ, ഒരു ലേബർ റൂമിലേക്ക് മാറ്റിക്കുന്നു. ശരി ഡോക്ടർ. Just see my position. സുമി, സുമി, കൃഷ്ണ പ്ലീസ്, സുമി, സുമി ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ സുമി, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. സുമി, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, എന്നെ ഒന്നും ചെയ്യണ്ട കൃഷ്ണ. കൃഷ്ണ, ഞാൻ പല പ്രാവശ്യം നിങ്ങളെ സുമി, എന്നെ രക്ഷിക്കൂ. സാറിന്റെ ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞ്. എനിക്കിത് കാണാൻ പറ്റുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ? മിസ്റ്റർ പ്രകാശ് പുറത്ത് നിൽക്കുന്നുണ്ട്. അകത്തേക്ക് വരാൻ പറയട്ടെ? വേണ്ട. കൃഷ്ണ, പോകൂ. എനിക്ക് നിങ്ങളെ കാണണ്ട. കൃഷ്ണ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കാനില്ല, പറയാനും. കൃഷ്ണ, നമ്മുടെ കുഞ്ഞ്. അല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. പ്ലീസ് പോകൂ. ഡോക്ടർ, എന്റെ മോൾ. ഷീസ് ഓൾ റൈറ്റ്. പക്ഷേ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ല. സുമിത്രയുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു.
എനിക്ക് സുമിത്ര ഒന്ന് കാണണം. എന്തിനാ ഈ നിലയിൽ അവളെ ഇനി കാണുന്നത്? നിന്റെ മുഖം അവളെ കാണാൻ പാടില്ലടാ മഹാഭാവി. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് സുമിത്ര ഒന്ന് കണ്ടാൽ മാത്രം മതി. വാ, കഴിവേറ മോനെ, നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് വേണ്ടത്. എന്റെ പെങ്ങടെ ജീവൻ തകർത്ത പ്ലീസ്, ഇപ്പൊ നീ ഒന്നും പറയരുത്. പറയരുത്, നിന്റെ തലവട്ടം കണ്ടുപോയത്. പ്ലീസ്. ഒരു മീഡിയേറ്റർ ആയിട്ട് കൃഷ്ണയുടെ മുന്നിൽ വന്നതല്ല, അതിനുള്ള ധൈര്യവുമില്ലായിരുന്നു. ഇപ്പോ പ്രകാശ് ആകെ തകർന്നിരിക്കുക. സുമിത്രയ്ക്ക് സംഭവിച്ച ട്രാജഡി അറിയാലോ. ഈ അവസ്ഥയിൽ കൃഷ്ണയെങ്കിലും പ്രകാശിനെ ഒന്ന് കാണണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ല. പ്രകാശിന്റെ തകർച്ച, സുമിത്രയുടെ ട്രാജഡി എല്ലാം അറിയാൻ മനസ്സുഖത്തോടെ ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് എന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എന്റെ സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ച് ആർക്കറിയണം? എനിക്കെന്റെ കുഞ്ഞു മതി, എന്റെ കുഞ്ഞു മാത്രം. അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അതിന് എനിക്കൊരു നിലവിന്റെ ആവശ്യമില്ല. അതെ, ഞാൻ പറയാം. ശരി. എന്താ നിന്റെ ഉദ്ദേശം? കുറെ ദിവസമായില്ലേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്? ദേ, സുമിത്ര ഫോൺ ചെയ്തിരിക്കുന്നു, നിന്നെ ഒന്ന് കാണണമെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രകാശേ, സുമിത്രയ്ക്ക് ഇനിയൊരു അമ്മയാവാൻ പറ്റില്ല. അവളുടെയെങ്കിലും വേദന നീ മനസ്സിലാക്കണം. നീ ചെല്ല്, അവളെ പോയി കാണ്. പ്രകാശ് എന്നോട് ചെയ്തതിനേക്കാളെല്ലാം വലിയ ക്രൂരതയല്ലേ ദൈവം കാട്ടിയത്. ഇനി ഒരിക്കലും എനിക്ക് അമ്മയാവാൻ പറ്റില്ല. പ്രകാശ് പറയാറില്ലേ ഞാനെപ്പോഴും പ്രാക്ടിക്കലാണെന്ന്? ഇപ്പോഴും പ്രാക്ടിക്കലായി പറയട്ടെ ഞാൻ. പ്രകാശ് ആ കുട്ടിയോടൊപ്പം കഴിയൂ. പ്രകാശിന്റെ മനസ്സിലെ ഭാര്യയാവാൻ യോജിച്ചവളാ കൃഷ്ണ. പ്രകാശിന്റെ സങ്കല്പത്തിലെ എനിക്കൊരിക്കലും കഴിഞ്ഞില്ലല്ലോ അങ്ങനെ ആവാൻ. സുമിത്ര, എന്തോ ബുദ്ധിമോശം പറയാന്ന് തോന്നുന്നുണ്ടാവുമല്ലേ? അല്ല, വളരെയധികം ആലോചിച്ചു എന്നിട്ടെടുത്ത തീരുമാനം. കൃഷ്ണയ്ക്ക് പെൺകുഞ്ഞാലേ പ്രകാശ് ആഗ്രഹിച്ച പോലെ. വരൂ. ഞാൻ നിൽക്കുന്നില്ല, തിരിച്ചു പോകുന്നു ബോംബെക്ക്. അതിനു മുൻപ് സുമിത്രയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ശല്യമായോ? ഞാനൊന്ന് എടുത്തോട്ടെ. പിന്നെന്താ? ദാ.
എന്നെ മറന്നേക്കൂ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുക. അവളെ നിങ്ങളുടെ മോളെ വളർത്തണം. അവക്ക് മാളവിക എന്ന് പേരിടുമോ? മാളൂന്ന് വിളിക്കാലോ.